എന്താന്ന് എന്ത് വെറുതെ എന്റെ വായിലിരിക്കുന്ന കേൾപ്പിക്കരുത് കേട്ടാ. സത്യം എന്താന്ന് വെച്ചാ പറഞ്ഞു. സീതേ, നിനക്കിതെന്താണ്? കേശുവിന് കാറ് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഇപ്പൊ കാണിച്ച ഒരു നമ്പറില്ലേ, അതെന്താന്ന് എനിക്കറിയണം. അത് നമ്പറൊന്നുമല്ല. പിന്നെ അത് എനിക്ക് അങ്ങനെ തോന്നി. അവന് വേണ്ടി, അവനൊരു ചെറുപ്പക്കാരനാണല്ലോ, അവനും ഉണ്ടാവല്ലോ ആഗ്രഹങ്ങള്. അപ്പൊ ഞാനത് ഇവിടെ അവതരിപ്പിച്ചു, അത്രേ ഉള്ളൂ. അവനൊരു ചെറുപ്പക്കാരനല്ലേ? അതെ. സിദ്ധു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ അറിയോ? അത് നമ്മുടെ മോനല്ലേ? അറിയാപ്പം. അവൻ എത്ര കാലമായി നിങ്ങളോടൊരു കാറിന്റെ കാര്യം പറയുന്നു, ഞാൻ എത്ര കാലമായി നിങ്ങളോടൊരു കാറിന്റെ കാര്യം പറയുന്നു. അപ്പോൾ ഒന്നും ഓക്കെ പറയാത്ത നിങ്ങള് ഇപ്പോ കേശുവിന്റെ കാറിന്റെ കാര്യം ഇത്ര കാര്യമായിട്ട് പറയാൻ? ഞാനത് പറഞ്ഞില്ലേ, എനിക്ക് തോന്നി അവന് വേണ്ടി ഒന്ന് ഈ വീട്ടിൽ സംസാരിക്കണമെന്ന്. ഞാൻ സംസാരിച്ചു, അത്രേ ഉള്ളൂ. ചുമ്മാതല്ല, കേശു അത് നിങ്ങളെ കൊണ്ട് ഇവിടെ അവതരിപ്പിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് എന്തോ, അല്ലാതെ ചുമ്മാതൊന്നും അങ്ങനെ പറയത്തില്ല. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യം? കേശു എന്താ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു? ഒന്നുമില്ല, അങ്ങനത്തെ ഒരു സംഭവമില്ല. വെറുതെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. ഈ പറച്ചിലൊക്കെ നേഴ്സറി പിള്ളേരുടെ അടുത്ത് പറഞ്ഞാൽ മതി, എൻ്റെ അടുത്ത് പറയണ്ട. എന്നാ നേഴ്സറി വിടട്ടെ, ഞാൻ പോയി പറയാം. അയ്യോ, ഭയങ്കര വളിച്ച തമാശ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞാൽ ഇല്ലാത്ത പ്രശ്നം ഞാൻ ഉണ്ടാക്കും. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണത്? ഇത് പറഞ്ഞില്ലെങ്കിൽ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. ഇനി ഞാൻ ശബ്ദം കൂടി സംസാരിക്കും. എന്നാ മര്യാദയ്ക്ക് കാര്യം എന്താന്ന് വെച്ചാ പറ. എന്നാ പറ. വേറൊന്നുമില്ല, നിസാര കേസാണ്. അതായത് സുധാകരനും ജഗന്നാഥനും ഇല്ലേ, നിങ്ങളിവിടെ റിട്ടയർഡ് ആയി ഒരുമിച്ച് KCB ഉണ്ടായിരുന്നത്. മനസ്സിലായി. അവര് ഇന്നലെ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതിന് ഞങ്ങള് കണ്ടു. അതിന് കണ്ട സ്ഥലമാണ് പ്രശ്നം. എന്താ സ്ഥലത്തിന് കുഴപ്പം? ബാറിൽ വെച്ചാ കണ്ടത്. ബാറോ? നിങ്ങള് വെറുതെ എന്റെ മനുഷ്യ, നിങ്ങള് അപ്പൊ നിങ്ങളെ കുടിച്ചു വന്നില്ലേ? എന്റെ ദൈവമേ, ഇന്നലെ എന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞു എനിക്ക് തലവേദന എടുക്കാന്ന് പറഞ്ഞ് വന്ന് കിടന്നുറങ്ങി, കുടിച്ച് ഫിറ്റായിട്ട് കിടന്നുറങ്ങി. നിന്നെ പേടിച്ചിട്ടാണ്, നീ അറിയണ്ടെന്ന് കരുതി ഞാനൊരു ശല്യം ഉണ്ടാക്കാണ്ട് കിടന്നുറങ്ങി. ആരും പറഞ്ഞിട്ടില്ല. ആരും അറിയണ്ട, അതവിടെ നിൽക്കട്ടെ. ആ പ്രശ്നത്തിന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട്. അതും കേശുവും തമ്മിലുള്ള ബന്ധം എന്താ അതെനിക്കറിയണ്ടേ. കാര്യത്തിലേക്ക് വാ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോ കേശു എന്നെ കണ്ട്. ഞാൻ കേശുവിനോട് പറഞ്ഞ, എടാ ആരോടും പറയരുത്, പ്രത്യേകിച്ച് സീതനോട് നീ പറയരുത്, ഒരു കുഴപ്പമില്ലാത്ത ധൈര്യമായിട്ട് പൊയ്ക്കോന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടാണ്. ഇന്ന് കാലത്ത് നേരം വെളുത്തപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. ഒരു കാർ വേണമെന്ന് അവൻ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കരുത്, അങ്ങനെ പറഞ്ഞതാണ് സീത. അമ്മ, നമ്മ ഉണ്മയാവേ കാർ വാങ്ങ പോറോമാ? ജനാർദ്ദനൻ നമ്മളോടൊരു കാര്യം പറഞ്ഞതല്ലയോ, പിന്നെ തന്നെയല്ല നമുക്കൊരു കാർ ആവശ്യമാണല്ലോ. എന്തായാലും നോക്കാം. എന്താണ് രണ്ടും കൂടെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണേ? ഒന്നുമില്ല അമ്മമ്മേ, കാറൊക്കെ മേടിക്കാം, പക്ഷേ എനിക്കൊരു സംശയം. ഏത് കാർ മേടിക്കണം, ഏത് കമ്പനിയുടെ കാർ വേണം, ഏത് കളർ വേണം എന്നുള്ളതൊക്കെയാണോ? അതൊന്നുമല്ല. പിന്നെ ശിവ, ഇവന്റെ ഈ മെനകെട്ട മോന്ത കണ്ടിട്ട് നിനക്ക് നിന്നും തോന്നുന്നുണ്ടോ? ഉണ്ട്, നല്ല ഒന്നാം തരം കള്ള ലക്ഷണം തോന്നുന്നുണ്ട്. ചേച്ചി, ഇതിനു മുന്നേ സിദ്ധു അളിയൻ അച്ഛനോട് ഒത്തിരി തവണ കാറ് വാങ്ങുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴൊക്കെ അച്ഛൻ എന്തുവാ പറഞ്ഞേ? വേണ്ടാന്ന്. ശേഷം ചേച്ചി അങ്ങോട്ട് കല്യാണം കഴിച്ചുകൊണ്ടിരിപ്പോഴത്തേക്കും ചേച്ചിയും ചോദിച്ചല്ലോ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാന്ന്. അച്ഛൻ എന്തുവാ പറഞ്ഞേ? മോളെ ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞാലേക്ക് പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ വീട്ടിലെ ആര് ചോദിച്ചിട്ടും കാറ് വാങ്ങാൻ സമ്മതിക്കാത്ത അച്ഛൻ എന്തിനാണ് ഇവന്റെ കേസിൽ ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നത്? അതിനർത്ഥം എന്തോ ഉടായ്പുണ്ടെന്നാണ്. മക്കളെ കേശുവേ, എന്താ ഉടായ്പ്? എനിക്കൊരു ഉടായ്പൂല്ല. പിന്നെ എന്താ? എനിക്കൊരു ഉടായ്പൂല്ലെന്ന്. ഓ, അവരുടായ്പൊന്നും ഇല്ലെന്ന്. ശരിയായിക്കോട്ടെ ചേച്ചി, വേറെ എക്സാമ്പിൾ ഞാൻ തരാം.
അതായത് എനിക്കിപ്പോ ചേച്ചിയെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിച്ചെടുക്കണം. പക്ഷെ ചേച്ചി എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ചേച്ചി പണ്ട് കാണിച്ച എന്തെങ്കിലും ഒരു ഡയപ്പ് നൈസായിട്ട് വെളിയിലിറക്കും. എന്നിട്ട് അത് ആരോടും പറയാതിരിക്കണമെങ്കിൽ എന്റെ ആവശ്യം സാധിച്ചു തരണമെന്ന് പറയും. ബ്ലാക്ക് മെയിൽ ആകോ ഇല്ലയോ? അപ്പൊ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യോ ഇല്ലയോ? ചെയ്യും. എന്റെ ഒരു ഉദ്ദേശം ശരിയാണെങ്കിൽ കേശു മോനും ഇവിടെ സെയിം ടാക്സ് ആണ് ഇറക്കിയിട്ടുള്ളത്. ഇവനെ അച്ഛൻ്റെ എന്തോ ഉടായ്പ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ആരോടും പറയാതിരിക്കണമെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞ് നൈസായിട്ട് അച്ഛനെ അങ്ങോട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തു. അല്ലാണ്ട് അച്ഛൻ സമ്മതിക്കുന്നു ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എവിടെ ജനാർദ്ദൻ എന്തുടായിപ്പോ? അയ്യോ, അതൊരു പാവം മനുഷ്യൻ. പാവം മനുഷ്യനൊക്കെ തന്നെയാ, പക്ഷെ പകുതിയും ഉടായ്പാണ്. സിദ്ധുവിനെ പോലെയൊന്നുമല്ല, ചില സമയത്തുണ്ടല്ലേ ലോക കള്ളനാ. യേശുവേ ആ സത്യം പറഞ്ഞു. ഞാൻ സത്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ പിന്നെ ഒരുമാതിരി മറ്റേ ഇൻട്രോവേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഞാനേ, നിങ്ങൾ പറ്റുമെങ്കിൽ എന്നെ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ താങ്കൾ എന്നെ വിശ്വസിക്കണ്ട പോരെ. ഒരു സത്യം പറഞ്ഞിട്ടെ, കുഴപ്പത്തച്ഛൻ എന്റെ അടുത്താണ് പറഞ്ഞത്, എന്തോന്ന്? മോനെ നമുക്ക് കാർ മേടിക്കാന്ന്. കൊള്ളാം. എന്നിട്ട് ഞാൻ പറഞ്ഞു അച്ഛൻ അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ പറ, ഞാൻ കൂടെ കട്ട സപ്പോർട്ടിനുണ്ടെന്ന് പറഞ്ഞു. വിശ്വസിക്കണ്ട. രണ്ടാമ്മ ഇതാണ് ഇപ്പൊ ഈ ലോകത്ത് നല്ലത് പറയുന്നവർക്കും ഉള്ളത് പറയുന്നവരെ ഒന്നും ആരും വിശ്വസിക്കൂല. വിശ്വസിക്കേണ്ടതായിരുന്നു. ഞാൻ അപ്പുറത്ത് പോണു. ഓ, മുങ്ങുന്നു നല്ല ക്ലാസിക്കൽ മുങ്ങല്. അത് കണ്ടറിയാൻ എന്തോ ഉടായിപ്പുണ്ട്. ഉറപ്പ് എഴുതി വെച്ചോ? അത് ഉറപ്പല്ലേ. അവൻ മുങ്ങിക്കോട്ടെ, കുഴപ്പമില്ല. സത്യം ഞാൻ അച്ഛന്റെ വായി നിറഞ്ഞു.